അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന നമ്മുടെ പത്രമാറ്റം മഹാപരമ്പരയുടെ ഒരു ചെറിയ ഇൻട്രോ പ്രൊമോയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയിരിക്കുന്ന ഒരു സീന് നമ്മുടെ മുത്തശ്ശൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അറിയുകയും ആ വീഡിയോ ക്ലിപ്പ് കണ്ട് ഇരിക്കുന്ന സിറ്റുവേഷനിൽ നന്ദുവിൻ്റെ ഫോൺ കോൾ വരുന്നു. നന്ദുവിനെ ഉപദേശിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇന്ന് വരാനിരിക്കുന്ന സീൻ എന്ന് പറയുന്നത്, ഇതൊക്കെ മുത്തശ്ശൻ പറയുന്നത് കേട്ടിട്ട് നന്ദു ആകെ ഒന്ന് ഡെസ്പായി പോവാണ്. ഉടൻ തന്നെ നമ്മുടെ ആദർശേട്ടനെയും നയന ചേച്ചിയെ അവിടെ വിളിച്ച് വരുത്തിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്ന് നമ്മുടെ ആദർശിനെയും നയനേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും നന്ദു പറയുന്നുണ്ട്, അനിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അനിയുടെ അടുത്ത് മിണ്ടിയില്ലെങ്കിൽ അനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്താ കാണിച്ചു കൂട്ടുമെന്ന് എനിക്കറിയില്ല. മിണ്ടിപ്പോയ അനന്തപുരിയിൽ അതിൽ നിന്നും വലിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ ഓർത്തിട്ട് ആകെ ഡെസ്പായിട്ട് നിൽക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഇതിനെല്ലാം പോകുമ്പോഴേ നീ ഒരു വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ ഇത്രയ്ക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. മോക്കപ്പോൾ അത് സമ്മതിച്ച് തന്നെ, ഞാൻ ഈ ജോലിയിലോട്ട് കയറിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം അതിന് മുന്നേ തന്നെ എനിക്ക് വേറൊരു രീതിയിലോട്ടുള്ള ജീവിതം അല്ലെങ്കിൽ അതൊന്നും ഇപ്പോൾ എനിക്ക് പറ്റില്ല, അതൊക്കെ കുറേ കഴിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ആദർശേട്ടനെയും നയന ചേച്ചിയും കാണാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങുകയാണ്. എന്നിട്ട് അവരെ കണ്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അതായത് ഒന്നുകിൽ നനീനെ കാര്യമാണ് അവൾ സംസാരിക്കുന്നത് അവരുടെ അടുത്ത് നന്ദു. അതായത് എനിക്ക് എൻ്റെ പ്രൊവിഷൻ നല്ല രീതിയിൽ അനി കാരണം കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നും, ഒന്നുകിൽ ഞാൻ ഈ ജോലി രാജിവെക്കണം, അല്ലെങ്കിൽ മുത്തശ്ശനോട് പറഞ്ഞ് എനിക്ക് എങ്ങോട്ടെങ്കിലും ദൂര സ്ഥലത്ത് ട്രാൻസ്ഫർ മേടിച്ച് തരണം. കാര്യം അവളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയി പോകണം, എന്ത് ചെയ്യണമെന്നറിയില്ല. അവരുടെ സ്റ്റാഫിൻ്റെ മുമ്പിൽ പോലും അവൾക്കുണ്ടായിരുന്നൊരു റെസ്പെക്റ്റ് അവൾക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ. ഇതെല്ലാം അനി കാരണമാണ്. എത്ര പറഞ്ഞാലും അവന് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ തന്നെ നിന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആദർശും നയനയും ഓക്കെ മോളെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് വിടുകയാണ്. അതിൻ്റെ നേരെ അവർ തിരിച്ച് ആനന്ദപുരിയിലോട്ട് വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നന്ദു ഇങ്ങനെ കണ്ടുവെന്നും, ഒന്നുകിൽ അവൾ ജോലി റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ ദൂരോട്ട് എവിടെയെങ്കിലും മാറിപ്പോകണം എന്നുള്ളതാണ് അവൾ പറഞ്ഞത് മുത്തശ്ശ എന്ന് പറയുന്നു ആദർശ്. അപ്പം മുത്തശ്ശൻ പറയുന്നു, അങ്ങനെ പേടിച്ച് പെട്ടെന്ന് നമ്മൾ പുതുതായിട്ട് ഒരു SI പോസ്റ്റിൽ കയറി ട്രാൻസ്ഫറൊക്കെ മേടിക്കുകയാണെങ്കിൽ തന്നെയും അതൊന്നും നല്ല സ്ഥലങ്ങളിൽ കിട്ടണമെന്നില്ല. ഞാൻ എന്തായാലും കാര്യങ്ങളുടെ ഗൗരവം നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ അനീനെ പറഞ്ഞ് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കേണ്ട സമയം വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ പ്രായത്തിൻ്റെ ഒരു പക്വതയില്ലായ്മയാണോ അവൻ കാണിക്കുന്നതെന്ന് അറിയില്ല. രണ്ട് പൊട്ടിച്ചിട്ടാണെങ്കിലും ശരി അവനെ അതിൻ്റേതായ രീതിയിൽ ഒന്ന് കൊണ്ടുവരണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ ഭാഗത്ത് മാത്രമല്ല മുത്തശ്ശ തെറ്റ്, അനാമികയുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, തെറ്റുകളും ശരികളൊക്കെ ഉണ്ടാവാം, പക്ഷേ എങ്കിലും ഏതൊരു പെണ്ണാടാ ഇത് സഹിക്കുന്നത്? ഇപ്പം നിൻ്റെ ഭാര്യനായന നീ വേറൊരു പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ ഒരു രാത്രി സിറ്റുവേഷനിൽ കണ്ട് അവൾ സഹിക്കുമോ? അത് തന്നെയാണ് ഇപ്പം അനാമിക. അവിടെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല പറയാൻ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവളും ഓരോരുത്തരുടെ കൂടെ കറങ്ങി തിരികെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ മുത്തശ്ശ എന്ന് പറയുമ്പോൾ, അത് ഇപ്പോഴത്തെ കുട്ടികൾ അവളുടെ ഇവിടുത്തെ സിറ്റുവേഷൻ കണ്ട് ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്, അത് നമ്മളൊരു കുറ്റമായിട്ട് കാണണ്ട എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയും കയറി പോവാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ജാനകി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ജാനകിയോട് മുത്തശ്ശനും മുത്തശ്ശിയും ചെന്നിട്ട് പറയണം, ജാനകി നീ പോയി എത്രയും പെട്ടെന്ന് നമ്മുടെ അനഘമോളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരണം. എനിക്ക് പറ്റില്ല അച്ഛ, കാര്യം എന്ന് വെച്ചാൽ അവരുടെ മുമ്പിൽ അവരുടെ ചോദ്യത്തിന് മുമ്പിൽ എനിക്കൊന്നും മറുപടി ഇല്ല പറയാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നമ്മുടെ മോനെയും ഒന്നിപ്പിക്കണ്ടേ, മോൻ്റെ കാര്യത്തിൽ നീയല്ലേ ഒരു തീരുമാനം എടുക്കേണ്ട, എനിക്ക് എന്തായാലും അവരുടെ മുന്നിൽ നാണം കിടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശനും ആദർശും നയനയും സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ അനി മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നന്ദു ഇങ്ങനെ ദൂരസ്ഥലത്ത് ട്രാൻസ്ഫർ വാങ്ങി പോകണമെന്നും മുത്തശ്ശൻ അത് ശരിയാക്കി തരണമെന്നൊക്കെ നന്ദു പറഞ്ഞത് ആദർശ് പറയുന്നത് അനി കേൾക്കുന്നുണ്ടായിരുന്നു. അനിക്ക് ആകെ ഒരു വിഷമമായിപ്പോയി. അനി നേരെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോയി അമ്മയുടെ റൂമിൽ പോയി അവൻ്റെ മൊബൈൽ തപ്പും, പക്ഷെ കിട്ടില്ല. അപ്പോൾ അമ്മയുടെ മൊബൈലിൽ നിന്ന് അവളെ വിളിക്കാൻ ശ്രമിക്കും, അത് കിട്ടും. അപ്പോൾ വിളിക്കുമ്പോൾ അവളെ കോള് കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അനാമികയുടെ വീട്ടിൽ ഭയങ്കര ചർച്ചകളാണ്.
അതായത് ഒരു കാരണവശാലും നീ ഇനി അങ്ങോട്ട് പോകരുത്, പോയാൽ തന്നെ മോളെ നമ്മൾ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന രീതിയിൽ വേണം എല്ലാം ചെയ്യേണ്ടത്, ഇതുപോലൊരു അവസരം ഇനി നമുക്ക് കിട്ടണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനും കൂടെ അവളെ അങ്ങോട്ട് ഉപദേശിക്കണം. അതിനിടയിൽ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ പലിശക്കാരൻ കുറച്ച് 5 ലക്ഷം രൂപയും കൂടെ കൊടുക്കാനുണ്ട്, അപ്പോൾ ഓരോ മാസം കൂടുന്തോറും അത് കൂടി വരുമ്പോൾ എങ്ങനെയെങ്കിലും നമുക്കത് കൊടുക്കണമെന്നും അതിനുള്ളൊരു വഴി കണ്ടെത്തണമെന്നും അനാമികയോട് പറയുകയാണ്. അച്ഛന് ഞാൻ തന്ന സ്വർണ്ണങ്ങളൊക്കെ അച്ഛൻ കൊണ്ടുവന്ന് പലിശക്കാർക്ക് കൊടുത്ത് അത് അവസാനം പോലീസ് കേസായ കാര്യമൊക്കെ അച്ഛൻ മറന്നു. മോളെ എന്താണെങ്കിലും ശരി, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കടങ്ങളും ബാധ്യതകളൊക്കെ തീർത്ത് നമുക്ക് സ്വസ്ഥമാകണ്ടേ, നിനക്ക് ഈ ജീവിതം ഇഷ്ടമല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുമായിട്ടുള്ളൊരു ജീവിതമൊക്കെ നടത്തണ്ടേ, അപ്പോൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ എല്ലാം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കനകയല്ല, നമ്മുടെ ജലജ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ വിളിച്ച് നമ്മുടെ അനാമികയുടെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് ആരെങ്കിലും വിളിക്കാൻ വന്നാലും നിങ്ങൾ മോളെ ഉടനെ വിട്ട് കളയരുത്, എങ്കിൽ പിന്നെ നമുക്കൊരു വിലയില്ലാണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ അമ്മേനെ ഇരിയിപ്പിച്ച് കയറ്റി വിടുന്നുണ്ട്. ജലജയുടെ ഉദ്ദേശം വേറൊന്നുമില്ല, അനാമിക ഇവിടെ വരരുതെന്നും ഒരാളെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ അത്രയും അവർക്ക് സമാധാനമല്ല, അമ്മയ്ക്കും മോനും. കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്വത്തുക്കളും ഒരുമിച്ച് ഇങ്ങനെ അവർക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന ചിന്തയിലാണ് അഭിയും ജലജയും നടക്കുന്നത്. എന്നിട്ട് ജലജയും അഭിയും എന്നിട്ട് ഫോൺ വെക്കും. എന്നിട്ട് ജലജയും അഭിയും കൂടെ അവിടെ ഡിസ്കഷനാണ്. നമ്മൾ അനാമികേനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ കളി കളിക്കണം, അതായത് കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന സിറ്റുവേഷൻ അത് നമ്മളിവിടെ കൊണ്ടുവരണമെന്നും പറഞ്ഞ് അതിൻ്റെ പദ്ധതിക്കായിട്ട് അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾ, അതായത് ആദർശിൻ്റെ കുട്ടി, അതായത് ചന്തുമോളുടെ കേസൊക്കെ നമുക്ക് പുറം ലോകത്തേക്ക് അനാമികേനെ കൊണ്ട് മാധ്യമങ്ങൾ വഴി അറിയിച്ച് ഈ കുടുംബത്തെ മാക്സിമം നാറ്റിക്കണമെന്നൊക്കെ, കാരണം നമുക്കൊരു വില തരുന്നില്ല, അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നും പറഞ്ഞ് ജലജയും അഭിയും കൂടെ വളരെ പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട് ഒരു വശത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തശ്ശിയും പറയുന്നുണ്ട് ജാനകി എന്തായാലും പോവില്ല, ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ദേവയാനിനെയും അജയനെയും കൂടെ വിടാമെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, നിങ്ങൾ ചെന്നിട്ട് അനാമിക മോളെ കൂട്ടിക്കൊണ്ട് വരണം, നമുക്ക് അല്ലാണ്ട് ഇതൊരു കുടുംബ ജീവിതമല്ലേ, നമ്മുടെ അനിയുടെ കുടുംബം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടെത്തിക്കണ്ടേ എന്ന് പറയാം. അപ്പോൾ ദേവയാനിക്കും അജയനും ഒട്ടും ഇഷ്ടമില്ല, കാരണം വെച്ചാൽ അവൾ ഈ കുടുംബത്തിൽ കാല് കുത്തുന്നത് പോലും അജയനും ദേവയാനിക്ക് ഇഷ്ടമേ ഇല്ല, ആദർശിനും നയനയ്ക്ക് അതുപോലെ തന്നെ അവർക്ക് ആർക്കും ഇഷ്ടമില്ല. കാരണം വെച്ചാൽ ഇവിടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്നവരാണ്. മുത്തശ്ശിക്കും ഒട്ടുമുക്കാൽ കാര്യങ്ങളും അറിയില്ല, അതുകൊണ്ടാണ് അവർ നോക്കുമ്പോൾ അവരെ കൊച്ചുമോൻ്റെ ജീവിതം പാഴായി പോകരുത്, അത് നല്ല രീതിയിൽ കൂട്ടി യോജിപ്പിക്കണം എന്നുള്ളതാണ് മുത്തശ്ശിയും ചിന്തിക്കുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും അവരറിയുന്നില്ലല്ലോ. അപ്പോൾ ദേവയാനി പറയാം, അച്ഛാ ഇതുവരെയും പറഞ്ഞിട്ട കാര്യങ്ങൾ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അച്ഛാന്ന് നമ്മുടെ ദേവയാനി പറയുന്നു. ശരി ആയിക്കോട്ടെ, അപ്പോൾ ഞങ്ങൾ എന്നാൽ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം, അതായത് മുത്തശ്ശിയും പോയി അനാമികയെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയാം. അപ്പോൾ അജയൻ പറയും വേണ്ട അച്ഛൻ പോകണ്ട, കാര്യം അച്ഛൻ അവരുടെ മുന്നിലൊക്കെ പോകുന്ന നാണക്കേടാണെന്നുള്ള രീതിയിൽ പറയാം, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് നീയല്ല തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് അച്ഛൻ നല്ല മൂർത്തി നല്ല താക്കീത് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ആകെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അജയനും ദേവയാനിക്കും. എന്നിട്ട് മുത്തശ്ശിയും പോവാണ്. പോയിട്ട് നേരെ വേണുവിനെ വിളിക്കണം, അനാമികയുടെ അച്ഛനെ. അതായത് അതായത് മുത്തശ്ശിയും അനാമിക മോളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ടെന്നും അനാമിക മോളുടെ അടുത്ത് റെഡിയായി നിൽക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അനാമികയും അമ്മയും അടുത്ത് നിന്ന് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ സാറേ, നിങ്ങൾ എന്നെ വരണമെന്നില്ല, ഒരു കാര്യം ചെയ്യാം, ഞാനും അവളും കൂടെ കൊണ്ടുവന്ന് മോളെ അങ്ങോട്ടാക്കാമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ മൂർത്തി പറയുന്നുണ്ട്, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് സംസാരിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണോ, അപ്പോൾ എന്തായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് മോളെ കൊണ്ടാക്കുമെങ്കിൽ ഒന്നാക്കൂ. അപ്പോൾ മുത്തശ്ശി ഫോൺ മേടിച്ചിട്ട് പറയും, അനാമിക മോളോട് വേണുവിനോട് പറയാണ്, ഞാനൊരു വലിയ സമ്മാനം അവൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, മോള് സന്തോഷത്തോടെ വരാൻ പറയൂ എന്ന് പറയുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോൾ വേണുവിനും അനാമികയ്ക്കും അമ്മയ്ക്കും അങ്ങ് സഹിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. എൻ്റെ മുത്തശ്ശൻ ഫോൺ വെക്കും. അപ്പോൾ മോൾ എന്തായാലും വരും, അവർ എന്നെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശിയുടെ കുറേ ആഭരണങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുകയാണ് അനാമിക മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാര്യം അവർക്ക് ഇതൊന്നും അവിടെ നടക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ എത്രത്തോളം വിഷവിത്താണ് ഈ അനാമിക എന്നുള്ളതൊന്നും മുത്തശ്ശിക്കും കുറേ കാര്യങ്ങൾ അറിയില്ല.
അപ്പോൾ അവർ മോള് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് അങ്ങനെ വെക്കണം. മുത്തശ്ശിയുടെ കുറേ സ്വർണ്ണങ്ങളിൽ നിന്ന് കുറച്ച് കൊടുക്കണം. കാരണം ഇതിന് മുന്നേ നയനയൊക്കെ ഇതുപോലെ പോയപ്പോൾ അവർക്കും നയനയ്ക്ക് നവ്യയ്ക്കും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ അനാമിക വരുമ്പോഴും അവളുടെ ഒരു സന്തോഷം ഈ കുടുംബത്ത് തിരിച്ചു വരുമ്പോൾ ആ ഒരു സന്തോഷം നിലനിർത്താൻ വേണ്ടിയാണ് പാവം മുത്തശ്ശി അതൊക്കെ ചിന്തിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അജയനും നമ്മുടെ ദേവയാനിയും ആദർശും നയനയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അതായത് ഈ വിഷത്തിന് അനാമികേനെ ഇനി ഇവിടെ കൊണ്ടുവന്ന് ഇനി ആർക്കൊക്കെ ഇവിടെ വിഷം കൊടുക്കുന്നു എങ്ങനെ അറിയാം. അപ്പോൾ ഇത് അനി അവിടെ നിന്ന് കേൾക്കണം, ഇവർ ഇതെന്താ ഈ പറയുന്നതെന്ന്. അതായത് അത് അജയൻ പറയുന്നുണ്ട്, പണ്ട് ദേവയാനിക്ക് അതായത് നവ്യനെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി അനാമിക അവളുടെ അമ്മയും കൂടെ പാലിൽ വിഷം ചേർത്തത് നമ്മുടെ ദേവയാനി പോയി മരണത്തോട് മല്ലിട്ടൊരു സിറ്റുവേഷൻ വന്നു. ഇതൊന്നും അച്ഛൻ അറിയില്ല. ഇതൊക്കെ കേട്ട് അനി അങ്ങ് ഞെട്ടുകയാണ്. കാര്യം അനിയും മുത്തശ്ശിയൊന്നും ഈ സംഭവങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല, നവ്യ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും അവരറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അജയനും ദേവയാനിയും ആദർശവും ഒക്കെ ഇത് സംസാരിക്കുന്നത് കേട്ടിട്ട് അനി ഷോക്ക്ഡ് ആവുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതായത് ഒരു ഗ്ലാസ് പാല് കുടിച്ചു, വല്യമ്മയ്ക്ക് എന്തോ സംഭവിച്ചു, സീരിയസ് ആയി മരണത്തോട് മല്ലിട്ടു എന്നുള്ളത് മാത്രമേ എനിക്കറിയാവുള്ളൂ. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇത്രയും വലിയ ക്രിട്ടിക്കൽ സ്റ്റേജാണ് ഈ അവൾ വിഷവിത്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഇത് എത്രയും വേഗം മുത്തശ്ശനെ അറിയിക്കണം എന്ന രീതിയിൽ എന്നെ അനി തീരുമാനിച്ച് ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് നേരെ മുത്തശ്ശിയുടെ റൂമിൽ വേഗം പോവാണ് അനി. എന്നിട്ട് ചെന്നിട്ട് പറയണം, അനാമിക മോളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്വർണ്ണങ്ങളൊക്കെ എടുത്തു വെച്ച് റെഡിയാക്കി നിങ്ങളിരുന്നോ? ഇവിടെ നടക്കുന്ന സിറ്റുവേഷനൊന്നും മുത്തശ്ശിയും അറിയുന്നില്ല. നിങ്ങൾ അറിഞ്ഞോ? മുമ്പ് നമ്മുടെ അതായത് ദേവയാനി വല്യമ്മക്ക് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുന്നതിൻ്റെ കാര്യം ഒരു ഗ്ലാസ് പാല് കുടിച്ചതല്ല മുത്തശ്ശാന്നും, അനാമിക നവ്യേട്ടത്തെയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടി ആ പാലിൽ വിഷം ചേർത്തത്. നയന ചേച്ചി എടുത്ത പാല് നയന ചേച്ചി എന്തോ ആവശ്യത്തിനുണ്ട് മാറിയപ്പോൾ അതിൽ അവളും അവളുടെ അമ്മയും കൂടെ വിഷം ചേർത്ത് അത് അബദ്ധത്തിന് നമ്മുടെ ദേവയാനി വല്യമ്മ എടുത്ത് കുടിക്കുകയും വല്യമ്മ മരണത്തോട് മല്ലിടുന്ന ഒരവസ്ഥ വരികയും ചെയ്തു. ഇതൊക്കെ ചെയ്തത് അനാമികയാണെന്ന് പറയുന്നു. മുത്തശ്ശി ആകെ അങ്ങ് ഷോക്ക്ഡ് ആവുകയാണ്. ഇതിൻ്റെ പിന്നിൽ എവളാണോ, ഇവളെന്തിനിത് ചെയ്തു എന്നുള്ളൊരു രീതിയിൽ. നീ ഇത് കെട്ടുകഥ അനാമിക മോള് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കുന്നതാണോ എന്ന് ചോദിക്കും. അല്ല മുത്തച്ഛൻ, ഞാൻ ഇപ്പോൾ കേട്ടിട്ട് അവിടെ വല്യമ്മയും വല്യച്ഛനും ആദർശേട്ടനൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ട് വന്നതാണ്. അവർ ഇത് അവർ ഒളിച്ചു വെക്കുന്നതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ മുത്തശ്ശൻ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് മുത്തശ്ശനെ അനി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തോട്ട് വിടുകയാണ്. അങ്ങനെ മുത്തശ്ശി വേഗം തന്നെ ഹാളിലോട്ട് വരികയും അപ്പോൾ അവിടെ വരുമ്പോൾ അജയനും നമ്മുടെ ദേവയാനിയും എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് പറയും, എനിക്ക് ഇത്രയും നാളും അസുഖമാണ് എന്ന പേരിൽ നിങ്ങൾ പല കാര്യങ്ങളും എന്നോട് മറച്ചു വെച്ചു. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്, ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് മുത്തശ്ശൻ ചോദിക്കുന്നത്. അവരെല്ലാവരും തല കുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു കാറ് വരുന്നുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ മെയിൻ താരം അനാമികയും വേണുവും അമ്മയും കൂടെയൊക്കെ ആയിട്ട് വരികയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ തിരിച്ച് കയറി മുത്തശ്ശി കൊടുക്കുന്ന ആ വലിയ വിലപിടിപ്പുള്ള സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് സന്തോഷിച്ച് അങ്ങോട്ട് ഒരുങ്ങി ചമഞ്ഞ് വരുന്ന രംഗമാണ് കണ്ടത്. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ കറക്റ്റ് ടൈമിങ്ങിന് എല്ലാവരും വന്നിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ അവിടെ കൊണ്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യണം, ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ എന്താണ് അനന്തപുരിയിലെ കാരണവരായ മൂർത്തി ഇതിനൊരു തീരുമാനം എടുക്കുന്നതെന്നും ഇതിൻ്റെ പിന്നിലുള്ള ഈ വിഷക്കൈകൾ എങ്ങനെ പുറത്ത് ചാടിക്കും എന്നുള്ളതും നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും ഇന്ന് വരാനിരിക്കുന്ന 1 മണിക്കൂർ മഹാ എപ്പിസോഡിൻ്റെ ഒരു ചെറിയ ഇൻട്രോ പ്രൊമയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു കഥയൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ പല സംഭവങ്ങളും മുത്തശ്ശിയും അറിയാണ്ട് പോയതാണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ. സ്വത്ത് മാത്രം മോഹിച്ച് ഒരാളെ കൊല്ലേണ്ടി വന്നാലും അത് വിഷയമല്ല എന്നുള്ള രീതിയിൽ ഈ അനന്തപുരി തറവാട്ടിലോട്ട് കടന്നു വന്നവളാണ് നമ്മുടെ അനാമിക. അവൾക്ക് അവളുടെ തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ വിവാഹബന്ധം വേർപെടുത്തി കോമ്പൻസേഷനും മേടിച്ച് ഇവിടെ നിന്നൊരു വീതം തന്നെ കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടി മകളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് വിടുന്ന ഒരു അച്ഛനും അമ്മയാണ് അനാമികയ്ക്കുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു, ബൈ.